ഇനി അറിയേണ്ടത് വന്ദനയ്ക്കാൻ ഇഷ്ടപ്പെട്ടോ എന്നാണ്. എന്റെ ഇഷ്ടത്തിനല്ല പ്രസക്തി. അച്ഛനമ്മമാർക്കും എന്റെ തീമോൾക്കും ഗൗതമിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഇഷ്ടം. അപ്പോ വന്ദനയ്ക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ല അല്ലേ? എന്നല്ല, എന്റെ ജീവിതത്തില് പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതും എടുക്കുന്നതും അവരാ. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കാ അതിനുള്ള സ്വാതന്ത്ര്യം. അത് മറന്ന് നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാ തെറ്റ്. നന്നായി. വന്ദനയുടെ ഈ പക്വത അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാ. എന്റെ ഭാര്യയെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. നല്ലൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിച്ചപ്പോഴാ പെട്ടെന്നുള്ള അവളുടെ മരണം. അതെന്നെ വല്ലാതെ ഉലച്ചു. ഇനിയൊരു വിവാഹബന്ധമേ വേണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷേ എൻ്റെ അമ്മയുടെ നിർബന്ധം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്ന ആവലാതി, അതാ ഒടുവിൽ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. സോമനെങ്കിൽ വന്ദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സങ്കല്പങ്ങൾ, അതൊക്കെയാ വീണ്ടും ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് എന്നെ പ്രേരിപ്പിച്ചത്. വന്ദനയെ കണ്ടപ്പോൾ എൻ്റെ സങ്കല്പങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമായി. എനിക്ക് വന്ദനയെ ഒത്തിരി ഇഷ്ടമായി. ഇനി എനിക്കറിയേണ്ട ഒരു പ്രധാന കാര്യം, ഞാനൊരു രണ്ടാം കെട്ടുകാരനാണെന്നുള്ള അനിഷ്ടം വന്ദനയ്ക്കുണ്ടോ? ഇല്ല. എന്റെ ചരിത്രം അറിയാലോ. രാജീവ് മേനൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചവളാ ഞാൻ. അപ്പൊ ഫലത്തിൽ മനസ്സുകൊണ്ട് ഞാനൊരു രണ്ടാം കെട്ടുകാരിയല്ലേ? ദേമോളെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അവളെനിക്ക് സ്വന്തം മോള. നമ്മുടെ കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്നേഹവും പരിഗണനയും അവക്ക് കൊടുക്കണം. അവൾ അന്യാണെന്നൊരു തോന്നൽ ഒരു നോട്ടം കൊണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല. ടെൻഷൻ അടിക്കേണ്ട വന്ദന. എന്റെ അമ്മ ദിയമോളെ സ്വന്തം പേരക്കുട്ടിയെ അംഗീകരിച്ചത് പരസ്യമായിട്ടല്ലേ? അവള് നമ്മളോടൊപ്പം ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് ഓർക്കുന്നില്ലേ? അമ്മയ്ക്ക് അവള് സ്വന്തം പേരക്കുട്ടിയാണെങ്കിലേ എനിക്ക് അവള് സ്വന്തം മകളാ. ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. ദിയമോക്ക് ഞാനൊരു രണ്ടാനച്ഛനല്ല, അച്ഛൻ തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനുണ്ടോ വന്ദനയ്ക്ക്? ആ, എനിക്കുണ്ട് അമ്മയോടൊരു കാര്യം പറയാൻ. അത് ഞാൻ നേരിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക. ആണോ? എങ്കിൽ മോൻ പറ, കേക്കട്ടെ. ആദ്യം അമ്മയുടെ സന്തോഷ വാർത്ത കേൾക്കട്ടെ. മോനെ, ഒരമ്മയുടെ അച്ഛന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അമ്മയുടെ അങ്കിളിന്റെ ആഗ്രഹം ആ സ്വപ്ന വീടല്ലേ, ആ മധുചന്ദ്രിക. അത് ശരിയാ. എന്നാ അതുപോലെ വളരെ പ്രധാനപ്പെട്ട, ചിലപ്പോ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യ. അതാ ഞാൻ പറയാൻ വിളിച്ചേ. മോനോട് തന്നെ അത് ആദ്യം പറയണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് നല്ല കാര്യത്തിനും, സന്തോഷമുള്ള കാര്യമായാലും സങ്കടമുള്ള കാര്യമായാലും ഒപ്പം ഒരാളായി നിൽക്കുന്നത് മോനല്ലേ. അപ്പൊ പിന്നെ മറ്റാരേക്കാളും മുന്നേ ആ കാര്യം അറിയേണ്ടത് മോൻ തന്നെയല്ലേ? ആ, അമ്മ കാര്യം പറ. അതെ, വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചു. മാധവേട്ടന്റെ സുഹൃത്ത് സോമേട്ടൻ കൊണ്ടുവന്ന ആലോചനയാ. എല്ലാം കൊണ്ടും വളരെ നല്ല ആലോചനയാ. വന്ദന സമ്മതിച്ചോ? അവള് സമ്മതിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ച് നമ്മുടെ ദിയമോളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അവൾ ഏറ്റെടുത്ത സ്ഥിതിക്ക്. പക്ഷേ ദൈവം അവളുടെ കണ്ണു തുറപ്പിച്ചു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പക്ഷെ മോനെ,
എന്റെ ആൺമക്കളൊക്കെ പിണക്കത്തിലാ. അവര് സഹകരിക്കുമെന്ന് എനിക്ക് പെങ്ങളുടെ പെണ്ണുകാണൽ ചടങ്ങിന് അരമണിക്കൂർ പോലും ചെലവഴിക്കാത്ത അവരുടെ തിരക്ക്. ജന്മങ്ങൾ അവര് കല്യാണം കൂടാൻ പാടില്ലെന്ന എന്റെ ആഗ്രഹം. മാധവ, വന്ദന എന്തൊക്കെ പറഞ്ഞാലും വിവാഹ ചടങ്ങിന് വിക്രമിനെ നീ നേരിട്ട് പോയി വിളിക്കണം. ആ വയസ്സുകാലത്ത് നമുക്ക് ആരാ ഉതകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇനി അതിനെ ചൊല്ലിയൊരു തർക്കം വേണ്ട. വിവാഹം തടസ്സം കൂടാതെ നടക്കുന്നതിനുള്ള കുടുംബക്ഷേത്ര പൂജ നടത്തണം. ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിയെന്ന് വെച്ച് ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ.